Good morning all of you. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൻ്റെ പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നാണ്. ഫിനാൻഷ്യൽ സിസ്റ്റം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് എ ഫിനാൻഷ്യൽ സിസ്റ്റം. എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? It is a system that allows the transfer of money between ultimate savers and ultimate investors. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ധാരാളം ഘടകങ്ങൾ അടങ്ങിയതാണ് ഒരു സിസ്റ്റം എന്ന് വിളിക്കുക. എ സിസ്റ്റം വിച്ച് അലൗസ് transfer of money between ultimate savers and ultimate investors. Ultimate savers ന്റെ കയ്യിൽ നിന്ന് അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കൈകളിലേക്ക് പണം എത്താൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. അൾട്ടിമേറ്റ് സേവേഴ്സ് എന്ന് പറഞ്ഞാൽ കയ്യിൽ സർപ്ലസ് മണി ഉള്ള ആൾക്കാർ. അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, പക്ഷെ അവർക്ക് പണം ഇല്ല, പണം ആവശ്യമാണ്. അപ്പോൾ പണം ആവശ്യമുള്ളവരും പണം കയ്യിൽ അധികമുള്ളവരും, അൾട്ടിമേറ്റ് സേവേഴ്സ് ആൻഡ് അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഈ രണ്ട് വിഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ പണം ഒഴുകുന്നതിന് സഹായിക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മളൊരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പോൾ അതിന് സഹായിക്കുന്ന ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ബാങ്കുകൾ പോലെയുള്ള ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അതിനിടയിൽ ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാവും. ഈ പണത്തിൻ്റെ കൈമാറ്റം നടക്കാൻ സഹായിക്കുന്ന ധാരാളം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന ധാരാളം മാർക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ മൂന്നുമാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ: ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ്. ഇനി നമ്മളൊരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒരു ഇക്കോണമിയിൽ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് എൻകറേജ് സേവിങ്. ജനങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ടെൻഡൻസി ഉണ്ടാക്കുക? സമ്പാദിക്കുന്നവർക്ക് ആ സമ്പാദ്യത്തിന് നല്ല റിട്ടേൺസ് കൊടുക്കും. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ധാരാളം ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടാവും. ഫിനാൻഷ്യൽ അസറ്റ്സ്, ഈ ഫിനാൻഷ്യൽ അസറ്റ്സിൽ നമ്മൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടും. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സമ്പാദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റം promotes savings by providing a wide varieties of financial assets. Financial assets എന്ന് പറഞ്ഞാൽ ധാരാളം ഫിനാൻഷ്യൽ അസറ്റ്സ് ഉണ്ട്. ഷെയർസ്, ബോണ്ട്സ്, ഡിബഞ്ചേഴ്സ്, ഡെപ്പോസിറ്റ്സ്, ഇൻഷുറൻസ് യൂണിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ധാരാളം ഫിനാൻഷ്യൽ അസറ്റ്സ്. ഈ ഓരോ ഫിനാൻഷ്യൽ അസറ്റ്സിനും പല തരത്തിലുള്ള റിട്ടേൺസ് ആണ് കിട്ടുക. അപ്പോൾ ഈ ഓരോ തരത്തിലുള്ള റിട്ടേൺസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ഇത്തരം ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങിച്ചാലും അതിന് നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഹൈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫിനാൻഷ്യൽ അസറ്റ്സ് നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ പണം കയ്യിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങി സൂക്ഷിച്ചാലും. അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്കത് തിരിച്ച് പണം ആക്കി മാറ്റാം. ആൻഡ് ഡു നോട്ട് റിക്വയർ റെഗുലർ മാനേജ്മെൻറ്റ് കോസ്റ്റ്. ഇത്തരം ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ പിന്നെ ചിലവുകളൊന്നും വരുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ പണം നമ്മൾ റിയൽ അസറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കുക. ഭൂമിയിലോ മറ്റ് ബിൽഡിങ്ങിലോ ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് വരും. ഫിനാൻഷ്യൽ അസറ്റ്സിന് അങ്ങനെയുള്ള യാതൊരു മെയിൻ്റനൻസ് കോസ്റ്റും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ജനങ്ങളെ
സേവിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടി കാരണമാകുന്നത്, ഫിനാൻഷ്യൽ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എൻകറേജ് സേവിങ് എന്നുള്ളതൊരു ഫങ്ഷനാണ്. ദെൻ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ്, സമ്പാദ്യം ജനങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ തോതിൽ മുഴുവൻ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരാളുടെ കയ്യിലല്ല മുഴുവൻ സമ്പാദ്യം, ഹൗസ് ഹോൾഡ്സിൻ്റെ കയ്യിൽ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ, സ്കാറ്റേർഡ് സേവിങ്സ്. ഈ സ്കാറ്റേർഡ് സേവിങ്സ് മുഴുവൻ മൊബിലൈസ് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുന്നത് ആരാണ്? ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അതിനുവേണ്ടി ഫിനാൻഷ്യൽ സിസ്റ്റം ഇഷ്യൂ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സ് ഇഷ്യൂ ചെയ്ത് ഈ സേവിങ്സ് മുഴുവൻ കളക്ട് ചെയ്യും, മൊബിലൈസ് ചെയ്യും. ഫിനാൻഷ്യൽ അസറ്റ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി സെക്യൂരിറ്റീസ്, മറ്റൊന്ന് സെക്കൻഡറി സെക്യൂരിറ്റീസ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാണോ അൾട്ടിമേറ്റ് ഇൻവെസ്റ്റർ, ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ നേരിട്ട് ജനങ്ങളിൽ നിന്ന് പണം കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ് പ്രൈമറി സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ ഇതൊക്കെ കമ്പനികൾ ഇഷ്യൂ തന്നെയാണ് അല്ലേ? കമ്പനികൾ. ഇപ്പോൾ കമ്പനികളാണ് നേരിട്ട് ജനങ്ങളെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ഇൻവെസ്റ്റേഴ്സ് തന്നെ നേരിട്ട് ജനങ്ങളെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നു. അതിനുകൊണ്ട് ഉപയോഗിക്കുന്ന സെക്യൂരിറ്റീസാണ് പ്രൈമറി സെക്യൂരിറ്റീസ്. സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജനങ്ങളെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നുണ്ട്. ബാങ്ക് ആൻഡ് അതർ നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ കളക്ട് ചെയ്യുന്ന പണം ആ സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരത് വീണ്ടും ഇൻവെസ്റ്റേഴ്സിന് ലോണായിട്ട് കൊടുക്കും. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നു, ഇൻ്റർമീഡിയറി. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർമീഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസാണ് നമ്മൾ സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുക. ഇപ്പം ബാങ്ക് കളക്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ്സ്, ഇൻഷുറൻസ് കമ്പനികൾ സെയിൽ ചെയ്യുന്ന ഇൻഷുറൻസ് യൂണിറ്റ്സ്, ഇതൊക്കെ സെക്കൻഡറി സെക്യൂരിറ്റീസ് ആണ്. Then another function is allocation of funds. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പണം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന പണം ആവശ്യക്കാർക്ക് പണം വിതരണം ചെയ്യുക, അതാണ് അടുത്ത ധർമ്മം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി ടു ദി നീഡി പീപ്പിൾ, ടു ദി ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സ്മൂത്ത് ആൻഡ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് ഫണ്ട്സ്, അതാണ് അവരുടെ മറ്റൊരു ധർമ്മം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ധർമ്മം. ദെൻ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്പനികൾ, രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാർക്കറ്റിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യാം, പ്രൈമറി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് നേരിട്ട് കളക്ട് ചെയ്യാം. നേരെ മറിച്ച് നോൺ കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത്തരം പ്രൈമറി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ നിയമപരമായിട്ട് കഴിവില്ലാത്ത സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ കമ്പനികൾ, അവർക്ക് നേരിട്ട് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള കഴിവില്ല. അവരെന്ത് ചെയ്യും? ദേ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദീസ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയ്യിൽ നിന്ന് പണം, അവർ ആവശ്യത്തിനുള്ള പണം അവർ ലോണായിട്ട് വാങ്ങിക്കും, ബോറോ ചെയ്യും. അപ്പോൾ allocation of funds. Then the last function is serving, production, trade and investment. ഉൽപാദനം, വ്യാപാരം ആൻഡ് മൂലധന നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിനെയൊക്കെ സഹായിക്കുന്നു. ഉൽപാദനം, വ്യാപാരം ഓർ വാണിജ്യം, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപം, ഇതിനെയൊക്കെ സഹായിക്കുന്നു. എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉൽപാദനത്തെ സഹായിക്കുന്നത്? ഉൽപാദകർക്ക് പണം നൽകിക്കൊണ്ട് ഉൽപാദനത്തെ സഹായിക്കുന്നു. വ്യാപാരത്തെ എങ്ങനെയാണ് സഹായിക്കുന്നത്? വ്യാപാരികൾക്ക്
പണം നൽകിക്കൊണ്ട് വ്യാപാരത്തെ സഹായിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ സഹായിക്കുന്നു? ഇൻവെസ്റ്റേഴ്സിന് പണം നൽകിക്കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും അടിസ്ഥാനം പണമാണ്. ആ പണം നൽകുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ഫിനാൻസ് സിസ്റ്റം ഉൽപ്പാദനത്തെയും രാജ്യത്തെ വ്യാപാരത്തെയും ഇൻവെസ്റ്റ്മെൻറ്റിനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള ലെൻഡിങ് ഉണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന്. ലോങ് ടേം ക്യാപിറ്റൽ, മീഡിയം ടേം ക്യാപിറ്റൽ, ഷോർട്ട് ടേം ക്യാപിറ്റൽ. അത് ഓരോ ആവശ്യത്തിന് കണക്കായിട്ട്. ഇപ്പം ലോങ് ടേം ക്യാപിറ്റൽ ആവശ്യമുള്ള സ്ഥാപനങ്ങളുണ്ടാവും. ഫോർ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ദീർഘകാലത്തേക്കുള്ള ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി കമ്പനികൾ ഇപ്പോൾ പുതിയ ബിൽഡിങ് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു ഭൂമി വാങ്ങിച്ചിട്ട് അവിടെ പുതിയൊരു കമ്പനി സ്ഥാപിക്കാനൊക്കെ വേണ്ടി ലോങ് ടേം ക്യാപിറ്റൽ വേണം. ദെൻ മീഡിയം ടേം ക്യാപിറ്റൽ, അവരുടെ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, യന്ത്രസാമഗ്രികളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി മീഡിയം ടേം ക്യാപിറ്റൽ വേണ്ടി വരും. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ വേണ്ടി വരും. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാനും അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കാനൊക്കെ ഷോർട്ട് ടേം ക്യാപിറ്റൽ. ഇപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ലെൻഡിങ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ പലതരത്തിലുള്ള ലെൻഡിങ് ഉണ്ട്. അത് ഓരോ ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ചിട്ട് നൽകും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. 4 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഭാഗം എല്ലാവരും നോട്ട് എഴുതുക, വായിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇല്ലേ? ഓക്കെ എന്നാൽ.